അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ കലാമായ പരിശുദ്ധ ഖുർആൻ എന്ന വലിയ മൗജിദത്ത് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗജിദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൗജിദത്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മിഅ്റാജ് എന്നുള്ളത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇസ്റാ എന്നുള്ളത്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മൗജിദത്ത് ഇസ്റാ അല്ല, ഏറ്റവും വലിയ മൗജിദത്ത് മിഅ്റാജ് അല്ല, ഏറ്റവും വലിയ മൗജിദത്ത് ചന്ദ്രനെ പുലർത്തിയതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മൗജിദത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ ഇന്നും നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ ഇത്രമാത്രം സംഖ്യകളും ഇത്രമാത്രം രാജ്യങ്ങളും ഇത്രമാത്രം ശത്രുക്കളും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ദീപശിഖയെ ഊതിക്കെടുത്തുന്നതിന് വേണ്ടി നിരന്തരമായി സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചിട്ടും ഈ സാധുക്കളായ മുസ്ലിമീങ്ങൾ, സാധുക്കളായ നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ കലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ലോകത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ലോകത്തോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സത്യത്തിന്റെ മേലിലാണ് എന്ന് നാല് ഭാഗത്തു നിന്നും പരിഹാസത്തിന്റെ സ്വരങ്ങൾ നിരന്തരമായി കടന്നു വരുമ്പോ ലോകത്തെ സർവ്വ രാജ്യങ്ങളും സർവ്വ ലോകരാജ്യങ്ങളും പരിശുദ്ധ ദീനെതിരെ അതിശക്തമായി നിലകൊള്ളുമ്പോ, മുസ്ലിമീങ്ങൾക്ക് അതിശക്തമായി നിലകൊള്ളുമ്പോ, ഏറ്റവും അവസാനം ഫലസ്തീനിന്റെ കഥ നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയില്ല. അത്രമാത്രം വലിയ രീതിയിൽ ഇസ്ലാമിക സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ കലാം എന്ന പരിശുദ്ധ ഖുർആൻ എന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ മഗ്നാക്കാട്ടം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, ആരുടെ മുമ്പിലും സ്ഥൈര്യത്തോടെ നമ്മൾ നിൽക്കുന്നത്, ആരുടെ മുമ്പിലും ധൈര്യത്തോടെ നമ്മൾ നിൽക്കുന്നത്, ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകാത്തത്, ഇന്ന് പോലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സുഗന്ധത്തിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ വിശുദ്ധ ഖുർആൻ എന്ന മൗജിദത്താണ്, വിശുദ്ധ ഖുർആൻ എന്ന അമാനുഷികതയാണ്. ഞാൻ പറയുന്നത് ആ വിശുദ്ധ ഖുർആനിനെ പഠിച്ച പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിൽ നാളെയും ഉണ്ടാകണം. ഇന്ന് ചോദിക്കുന്ന ചോദ്യമല്ല നാളെയുടെ തലമുറ ചോദിക്കുക, ഇന്ന് ചോദിച്ച ചോദ്യമല്ല നാളെയുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചോദിക്കുക. നാളെ പുതിയ ചോദ്യമാണ്. എഐയുടെ യുഗത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ടിരുന്ന ചോദ്യമല്ല മൊബൈൽ ഫോണിന്റെ കാലഘട്ടം വന്നപ്പോ മൊബൈൽ ഫോൺ തന്നെ ഇന്റർനെറ്റിലേക്ക്, ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് മാറിയപ്പോ വീണ്ടും ചോദ്യങ്ങൾ മാറിപ്പോയി. എഐ സംവിധാനത്തിലേക്ക് വർത്തമാന കാലത്തെ ലോകം കടന്നു പോകുമ്പോ അവിടെ നമ്മൾ എഐ സംവിധാനങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ ഏതർത്ഥത്തിൽ കാണുന്നു എന്ന് മാത്രമല്ല, അത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തകർച്ചക്കും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തകർച്ചയ്ക്ക് ഉപയോഗിക്കുന്നവർ ആരാണെങ്കിലും ശരി, അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുക എന്ന അടിസ്ഥാനപരമായ ഒരു ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൗത്യമാണ് ഈ സമന്വയ സംവിധാനങ്ങളിലൂടെയൊക്കെ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്.